വൺ ഓഫ് ദ ബെസ്റ്റ് ലോഞ്ചസ് ഓഫ് ദ ഇയർ എന്ന് ഉറപ്പായിട്ടും പറയാം. യെസ്, കുറേ കാലമായി ആളുകൾ കാത്തിരിക്കുന്നു. അങ്ങനെ 2026 പുതിയ ഡസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു രക്ഷയിലായിരുന്നു. സോ നമുക്ക് ഡസ്റ്ററിനെ നോക്കാം. ഡസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കഥ പറയാനുണ്ട്. 2007 ആദ്യമായിട്ട് റെനോ വരുന്നത്. അപ്പോൾ റെനോ ആദ്യമായിട്ട് വന്നത് നമുക്കറിയാൻ പറ്റും ഏത് വാഹനം, അത് അത്രത്തോളം ഹിറ്റായിരുന്നില്ല. പക്ഷേ അതിനുശേഷം 2012 റെനോ ഡസ്റ്റർ വന്നു. ഡസ്റ്ററിന് പ്രത്യേകത നടന്നു. അതായത് ഡസ്റ്റർ ഇറക്കണം മുമ്പ് റെനോ ഇന്ത്യ എന്താ ചെയ്തത് വെച്ചാൽ ഏകദേശം 200 ഫാമിലീനെ കണ്ടുപിടിച്ചു. അങ്ങനെ 200 ഫാമിലീനെ കണ്ടുപിടിച്ചതിൻ്റെ ശേഷം അവരെ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആക്കി വിളിച്ച് അവരുടെ കുറേ കണ്ടീഷൻസൊക്കെ നോക്കി അതിനകത്തുനിന്ന് ഒരു 30 പേരെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അവരെ വെച്ചിട്ടാണ് ആക്ച്വലി ഡസ്റ്റർ ആദ്യം ഇറങ്ങിയ 2012 ഇറങ്ങിയ ഡസ്റ്ററിനെ അവർ റിസർച്ച് ചെയ്ത് അതിന് ശേഷം ഇറക്കിയ വണ്ടിയാണ്. അതുതന്നെയാണ് ആ വണ്ടി ഇത്രയും രസകരമായിരുന്നത്. സോ ആ ഒരു സംഭവങ്ങളൊക്കെ വണ്ടിനകത്ത് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ കഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ ന്യൂ 2026 ഡസ്റ്ററിനെ കുറിച്ചാണ് എല്ലാ കാര്യങ്ങളും. സോ എങ്ങനെയുണ്ട് 2026 ഡസ്റ്റർ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡസ്റ്ററിൻ്റെ ഏറ്റവും പ്രത്യേകിച്ച് ഭയങ്കര സ്പോർട്ടിയാണ്, ഭയങ്കര ബുച്ചിയായിട്ടുള്ളൊരു വാഹനമാണ്. സോ ആ ഒരു സെയിം DNA ഇപ്പോഴും ഇതിനകത്ത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ഡസ്റ്ററിൻ്റെ ആ ഒരു റെനോൻ്റെ ലോഗോനെ കംപ്ലീറ്റ്ലി ഡിച്ച് ചെയ്തിട്ട് ഇവിടെ ഡസ്റ്ററിൻ്റെ ബാഡ്ജിങ് വെച്ചിട്ടുണ്ട്. കാരണം കമ്പനി പറയുന്നത് വെച്ചാൽ ലോഗോനെക്കാട്ടിലും അവർക്ക് അറിയാം ദാറ്റ് ഈ ഡസ്റ്റർ ബാഡ്ജിങ് ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ. സോ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. ഗ്ലോസി ബ്ലാക്ക് ആണ് മെറ്റീരിയൽ. ഇവിടെ നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഈ ഒരു ബമ്പറിൻ്റെ ഫസ്റ്റ് എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ്. ഇനി ഹെഡ് ലാംപ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഹെഡ് ലാംപ്സ് സ്ലീക്കാണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഡിജിറ്റൽ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ DRLs ഇതാ ഈ മുകളിൽ കാണാൻ സാധിക്കും. ഇനി ബമ്പേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബമ്പേഴ്സിൻ്റെ അകത്തൊക്കെ ഇത് കണ്ടോ, ഇതൊക്കെ ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്റ്റാൻസിനെ കുറച്ചും കൂടി സ്പോർട്ടി ആക്കുന്നുണ്ട്, കുറച്ചും കൂടി ബുച്ചിയാക്കുന്നുണ്ട്. എവിടുന്ന് കണ്ടാലും ആ ഒരു സ്റ്റാൻസ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് എയർ ഇൻടേക്സ് ആണ്, വർക്കിംഗ് കണ്ടീഷനാണ്. ഇവിടേക്കാണ് ആ ഒരു സെൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫോഗ് ലാംപ്സ് താഴെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും റെനോ ഇന്ത്യ ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇനി ഈ ഒരു വാഹനത്തിലുള്ള ബോണറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബോണറ്റിന് പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ അതായത് 2012 ഇറങ്ങിയ ബോണറ്റ് നമുക്കറിയാൻ പറ്റും ഇങ്ങനത്തെ ആ ഒരു ഫ്ലെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിനകത്ത് വന്ന ക്രീസസ്. അപ്പോൾ ഈ ഒരു ലംപ് കാണാൻ പറ്റും, ഇവിടെ ക്രീസസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കാരണം തന്നെ വാഹനം അതിഗംഭീരമായിട്ടുണ്ടെന്ന് പറയാം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഗ്രൗണ്ട് ക്ലിയറൻസ് 212 ആണ് ഇതിനകത്ത്, 212 mm ആണ് ഇതിനകത്ത് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത് മാത്രമല്ല വാഹനത്തിനകത്ത് റഡാർ ഉണ്ട്. സോ ഫ്രണ്ടിൽ റഡാർ കാണാൻ സാധിക്കും. സോ ഇതാണ് റഡാർ. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ക്യാമറ ഉണ്ട്. സോ വിൻഷീൽഡിൻ്റെ മുകളിൽ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി വൈപ്പേഴ്സിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ എയറോ വൈപ്പേഴ്സാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാണാൻ സാധിക്കും. ക്ലാംഷെൽ ബോണറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതുണ്ടോ LED പ്യൂർ വിഷൻ റെനോൾട്ട്. അപ്പോൾ ലൈറ്റിനിങ് പ്രത്യേകത ഉണ്ടെന്നാണ് റെനോ പറയുന്നത്. ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്പോർട്ടി സ്റ്റാൻസ് അല്ലെങ്കിൽ ആ ഒരു ബുച്ചി സ്റ്റാൻസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ക്ലാഡിങ് പ്ലാസ്റ്റിക്കിലെ കൊടുത്തന്നെ ഗ്ലോസി അല്ല, ഇതൊരു മാറ്റ് ഫിനിഷാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. ഇനി ഇത് ഡസ്റ്റർ ഐക്കോണിക്. അപ്പോൾ നോർമലി നമ്മൾ താർ വാഹനത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ബാജിങ് വെക്കില്ലേ. സോ ആ ഒരു ബാഡ്ജ് പോലെ തന്നെ ഒരു സംഭവമാണ്. സോ എല്ലാത്തിലും ഒരൊറ്റ ബാജിങ് ആയിരിക്കും. പക്ഷേ ഇത് ഇവിടെ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വാഹനം ഐക്കോണിക് ഒരു ബ്രാൻഡാണെന്നാണ്. സോ ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചസിൻ്റെയാണ്. രസകരമായിട്ടുള്ള അലോയിൻ്റെ പാറ്റേൺ കാണാൻ സാധിക്കും. ഡിസ്ക് ബ്രേക്സ് ഉണ്ട്, റെനോൻ്റെ ലോഗോ ഉണ്ട്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു വാഹനം ഓണാണ്. ആൻഡ് വാഹനം ഓണായിട്ട് പോലും നമുക്ക് അതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. സോ ഇതാണ് ഈ മാത്രം പ്രത്യേകത. അപ്പോൾ ഈ ഒരു മാത്രത്തെ എഞ്ചിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 ടൈപ്പ് ഓഫ് എഞ്ചിനിലാണ് റെനോ ഡസ്റ്റർ വരാൻ പോകുന്നത്. ഏറ്റവും യുണീക്കായിട്ടുള്ള സംഭവിച്ചാൽ ഇതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ഹൈബ്രിഡ് വരുന്നുണ്ട്. സോ ആ ഒരു ഹൈബ്രിഡ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത വെച്ചാൽ ആ വാഹനം 80% ഹൈബ്രിഡ് തന്നെ വർക്ക് ചെയ്യും. എൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇതിനകത്ത് ബാറ്ററി. സോ നോർമൽ കണ്ടീഷൻസിൽ ഹൈബ്രിഡ് വാഹനത്തിനകത്ത് ബാറ്ററി വരുന്നത് ഏകദേശം 1 kW താഴെയാണ്. പക്ഷേ റെനോ ഡസ്റ്ററിനകത്ത് വരുന്ന ഹൈബ്രിഡ് ബാറ്ററി എത്ര വരും? 1.4 kW. അത് ആക്ച്വലി സെഗ്മെൻറ്റ് ഫസ്റ്റാണ്, 2 ഇരട്ടി ഉണ്ട്. അത് കാരണം തന്നെ മിക്ക സമയങ്ങളിലും വാഹനം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുക. സോ നമുക്കിനി ഈ ഒരു ഭാഗത്ത് നോക്കാം. ORVM ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട്. സോ ഓബ്വിയസ്ലി ഇതൊരു റഡാറുള്ളൊരു വാഹനമാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് റഡാറിൻ്റെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടും മറ്റ് സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു എലമെൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ കുറച്ചും കൂടി സ്പോർട്ടിയും സ്റ്റൈലിഷൊക്കെ ആക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടില്ലേ,
12 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇവൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ അപ്രോച്ച് ആംഗിൾ ആൻഡ് ഡിപ്പാച്ചർ ആംഗിൾ ഈ ഒരു വാഹനത്തിന് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. സോ ഇവിടെ ഏകദേശം 26 പോയിൻറ്റ് സംതിങ് ആണ്, റിയറിൽ 36 ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഏത് റോട്ടിലും നമുക്ക് ഡസ്റ്ററിനെ സുഖമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഇനി മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റൂഫ് റെയിൽസ് ഉണ്ട്. സോ വർക്കിംഗ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് വെയിറ്റ് വെച്ച് പോകാൻ സാധിക്കും. ഒരു വലിയ പാനോറാമിക് സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകം വെച്ചാൽ ഈ ഒരു ഭാഗത്തല്ലേ ഡസ്റ്ററിൻ്റെ ഹാൻഡിൽ ഇവിടെയാണ്. നോർമലി ഇവിടേക്കായിരുന്നു പഴയത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ പഴയ ജനറേഷൻ ഓഫ് ഡസ്റ്ററിൻ്റെ ഹാൻഡിൽ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ആണെങ്കിൽ അതിനെ ഏറ്റവും ലേറ്റസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ അതും കാണാൻ സാധിക്കും. ഇവിടേക്കാണ് ആ ബൾജസ് കാണാൻ സാധിക്കുക. ഇത് തന്നെയാണ് ഈ വാഹനത്തിനെ സ്പോർട്ടി ആക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇവിടെ ചെറിയൊരു ക്വാർട്ടർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. ടയർ സൈസിലൊരു മാറ്റമല്ല, 18 ഇഞ്ചസിൻ്റെ ടയറുണ്ട്. ഇതൊക്കെ ഈ വാഹനത്തിനെ കുറച്ചും കൂടി സ്പോർട്ടി ആക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ സെൻസർ ഉണ്ട്. സോ ഇവിടെ സെൻസർ വരുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, തരക്ക് ഇതിൻ്റെ റിയർ കൊലിഷൻ അസിസ്റ്റ് ഉറപ്പായിട്ടും വരും, അല്ലെങ്കിൽ റിയർ ട്രാഫിക് കൊലിഷൻ അസിസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ റെനോൾട്ടിൻ്റെ ബാജിങ് ഉണ്ട്. കണക്റ്റഡ് റിയർ ടെയിൽ ലാമ്പ് കാണാൻ സാധിക്കും. ഗ്ലോസി ബ്ലാക്ക് മെറ്റീരിയൽ ഉണ്ട്. ഇതാണ് ആ ടെയിൽ ലാമ്പ് വരുന്നത്. ഇതാണ് റെനോൻ്റെ പുതിയ ലോഗോ, 2D ലോഗോ ആണ്. ഇവിടെ ആ ഒരു ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. കണ്ടോ, ആയവാ ഒരു രക്ഷയില്ല. നോർമലി ഞാൻ കണക്റ്റഡ് ടെയിൽ ലാമ്പ്സിൻ്റെ ഫാനൊന്നുമല്ല, ബട്ട് ഇതെനിക്ക് നന്നായി തോന്നി. റിവേഴ്സ് ലാമ്പാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, റിയർ ക്യാമറ ഇവിടെ കാണാം. ഇവിടെ LED ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഡസ്റ്റർ, യെസ്, ഇവിടെ മാത്രമേ ഉള്ളൂ റെനോൾട്ട് ബാജിങ്. ഫ്രണ്ടിൽ റെനോൾട്ട് ബാജിങ് ഇല്ല. ഡസ്റ്റർ ആ ഒരു ബ്രാൻഡ് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ആ ഒരു മാറ്റ് ബ്ലാക്കിൽ ഫിനിഷിൻ്റെ പ്ലാസ്റ്റിക് നേച്ചറാണ്, പക്ഷേ ആ ഒരു ബുച്ചി ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ടോ ഹുക്കിനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് സെൻസേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ 4 സെൻസേഴ്സ് ഉണ്ട്. 2 സെൻസേഴ്സ് ഇവിടെ, 2 സെൻസേഴ്സ് സൈഡിൽ. ടർബോ RS 160. സോ ഇതിനകത്ത് 160 PS മുകളിൽ പവർ ജനറേറ്റ് ഉണ്ട്. ഇനി ടോർക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മോർ ദൻ 280 Nm ടോർക്ക് ഉണ്ട്. സെഗ്മെൻറ്റ് ബെസ്റ്റാണ് അൺഡൗട്ടഡ്ലി പറയാം. വൈപ്പേഴ്സ് കാണാൻ സാധിക്കും. സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോസിലുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. മുകളിൽ നോക്കുകയാണെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റന കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലെ ലൈറ്റൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ഒരു വാഹനം ഫസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നാണ്, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വീഡിയോ എടുത്ത്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. ഈ ഒരു ബൂട്ടിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഈ സെഗ്മെൻറ്റിൽ ഇത്രയും വലിയ ബൂട്ടുണ്ട്. കാരണം സിയറയ്ക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം 600 ലിറ്റർ പ്ലസ് ബൂട്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവർ പറയുന്നത് 700 ലിറ്റർ പ്ലസ് ആണ്. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണക്കെടുക്കുമ്പോൾ പാർസൽ ട്രേ, ഇതാണ് ഇതിൻ്റെ ബൂട്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കാം. ഇവിടെ ഒരു സ്പെയർ വീലിനുള്ള സ്പേസ് ഉണ്ട്, പക്ഷേ ആക്ച്വലി സ്പെയർ വീലില്ല. 60-40 സ്പ്ലിറ്റാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. 3 പേർക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വന്ന് അടയും. അടയുന്ന സമയത്ത് നമുക്ക് ആ റിഫ്ലക്റ്റസ് കത്തുന്നത് കാണാം. ഇനി ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു ഫ്യൂവൽ ടാങ്ക് വരുന്നത്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അപ് ടു E20. സോ E20 വരെ ഇത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എങ്ങനെയുണ്ട് പുതിയ ഡസ്റ്ററിൻ്റെ എക്സ്റ്റീരിയേഴ്സ്? അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പുറത്താണ് അത് ആദ്യം ഇറങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ മിക്ക വാഹനങ്ങൾ കൊടുക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് 3 ടൈപ്പ് ഓഫ് എഞ്ചിൻ. അതിനകത്ത് ഒന്ന് പ്രോപ്പർ ഹൈബ്രിഡ് ആണ്, അതല്ലാതെ തന്നെ ഒരു ടർബോ പെട്രോൾ. ഇത് 160 PS ടർബോ പെട്രോളാണ്, പവർഫുള്ളാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരുടെ പ്ലാറ്റ്ഫോം ഇല്ലേ, പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ലൈക്ക് റെനോൻ്റെ പുതിയ മോഡ്യുലാർ ആർക്കിടെക്ചറിലാണ് ഈ ഒരു വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം സ്റ്റെബിലിറ്റി അധികം ഗംഭീരമായിരിക്കും. റൈഡ് ആൻഡ് കംഫർട്ട്, ലൈക്ക് സസ്പെൻഷൻ്റെ ട്യൂണിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഓടിക്കുമ്പോൾ നോക്കാം. പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ ഇത് സെഗ്മെൻറ്റ് ബെസ്റ്റ് ആണെന്നാണ്. ഞാൻ ആക്ച്വലി ഇംപ്രസ്ഡ് ആട്ടോ ഈ വണ്ടിയിൽ. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ലോഞ്ചസ് ആയിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു വണ്ടി ഇത്രയും കാലങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, ഈ അടുത്ത് കുറേ വാഹനങ്ങൾ ലോഞ്ച് ആയിട്ടുണ്ട്. സോ എല്ലാ ഫീച്ചേഴ്സും ലോഡിയുണ്ട്. ഇതൊക്കെയായിരുന്നു മാത്രം എക്സ്റ്റീരിയർ. ഇനി ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നോക്കാം. ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇവർ പറഞ്ഞ ടെക്കും മറ്റു കാര്യങ്ങളല്ല, ക്വാളിറ്റി. യെസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻറ്റീരിയേഴ്സാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കിയയുടെ വണ്ടികൾ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ്. ബട്ട് ഐ ടെൽ യു, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അൺഡൗട്ടഡ്ലി. ഒരു സംശയം വേണ്ട കേസിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ സ്റ്റീറിംഗ് മുതൽ. ഒരു രക്ഷയില്ല. ലൈക്ക് സ്റ്റീറിംഗിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഡസ്റ്ററിൻ്റെ പുതിയ ആ ഒരു ലോഗോ, ആക്ച്വലി റെനോൻ്റെ ലോഗോ ഉണ്ട്.
3 സ്പോക്ക് നമുക്ക് പറയാൻ പറ്റും. സ്റ്റിച്ചിങ്സ് ഒക്കെ ഗംഭീരമാട്ടോ, കാരണം ഇതിനകത്ത് കണ്ടോ ആ ഒരു യെല്ലോ സ്റ്റിച്ചിങ്സ് ഉണ്ട്. ആ യെല്ലോ തന്നെയാണ് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഈ ഭാഗത്തും വരുന്നത്. ഇതൊന്നും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. സോ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റപ്പ് ഉണ്ട്. യെസ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഡിസ്റ്റൻസ് ഇവിടെ സെറ്റാക്കാം. ഇത് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ടെലിഫോണി, മൈക്ക്, അതുപോലെ ഇത് നാവിഗേറ്റ് ചെയ്യാനുള്ള സംഭവം. ഓ വാവ്, ഇത് കണ്ടോ, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് നമുക്ക് പറയാം ഇൻ ടേംസ് ഓഫ് റെസൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. കണ്ടോ അതിൻ്റെ ഗ്രാഫിക്സും മറ്റേ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് മാപ്പ് ഇൻകോപ്പറേറ്റ് ആണ്. സോ മാപ്പിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന IO അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സിസ്റ്റത്തിൻ്റെ അകത്ത് ഗൂഗിൾ എനേബിൾഡ് ആണ്, ലൈക്ക് ഗൂഗിൾ സിസ്റ്റമാണ്. നമ്മളിപ്പോൾ വോൾവോൻ്റെ ഭാഗത്തിലൊക്കെ കണ്ടിട്ടില്ലേ. സോ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഗൂഗിൾ ID വെച്ച് കയറി കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല റെസൊല്യൂഷനൊക്കെ ടോപ്പ് നോച്ചാണ്. ഞാൻ ഉണ്ടാവും. നമുക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കണ്ടോ, ഓ അടിപൊളി, ഒന്നും പറയാനില്ല. സോ ഇതിൻ്റെ അകത്ത് ഡുവൽ സോൺ AC അവൈലബിൾ ആണ്. ഇതാണ് AC വെൻസിനൊക്കെ ക്വാളിറ്റി ഗംഭീരമാണെന്ന് പറയാം. അതുപോലെ തന്നെ ഡിജിറ്റലിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല ഇതൊക്കെ ആക്സസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. വെൽ ലിറ്റഡ് ആണ് ഇതെല്ലാം. ഇവിടെ ഹസാർഡ് ലൈറ്റ് കാണാൻ സാധിക്കും. ക്ലീൻ എയർ, യെസ് ഓബിയസ്ലി ഇതിൻ്റെ അകത്ത് ആ ഒരു ഫിൽറ്റർ ഉണ്ട്. ഇത് നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആക്ച്വലി കണക്റ്റഡ് അല്ല, പക്ഷേ നമുക്ക് പെട്ടെന്ന് കണക്റ്റഡ് പോലെ ഫീൽ ചെയ്യും. ആക്ച്വലി ഇതൊരു ഗ്ലോസി ബ്ലാക്ക് മെറ്റീരിയൽ ഉണ്ട്. സോ അതാണ് ഇതിനെ ഒരൊറ്റ ഒരു എന്താ പറയുക എലമെൻറ്റ് പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഇരുട്ടിൽ എനിക്ക് ആ ഒരു ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇത് സ്പീക്കർ സെറ്റപ്പ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് മാത്രമല്ല ഇതൊക്കെ നമ്മൾ വില കൂടിയ വണ്ടികളിൽ കണ്ടിട്ടുണ്ട്, ഔഡി പോലത്തെ വണ്ടികളിൽ. അത് മാത്രമല്ല ഒരു ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ഡസ്റ്ററിൻ്റെ ബാഡ്ജിങ് കൊടുക്കാൻ മറന്നിട്ടില്ല. ഈ വണ്ടിയുടെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ A പില്ലർ. സോ A പില്ലറിൻ്റെ അകത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്സ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ട്വീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഏതാണ് സൗണ്ട് സിസ്റ്റം ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഓബിയസ്ലി ഈ ഒരു വണ്ടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പറയാം. മിക്ക വാഹനങ്ങൾ ഇവിടേക്കാണ് ട്വീറ്റേഴ്സ് വെക്കുക. സോ ഇവിടെയാണ് ട്വീറ്റേഴ്സ് വെച്ചിട്ടുള്ളത്. അതേ മാത്രമല്ല ഈ ഒരു എലമെൻറ്റ്സ് ഇല്ലേ, ഇത് ആക്ച്വലി ഇവിടെ ആ ഒരു ഡോറിൻ്റെ അവിടേക്കും അവർ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് ഉണ്ട്, ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. പ്രീമിയം പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിൽവർ ഫിനിഷ് ഉണ്ട്, ഒരു രക്ഷയില്ല. ഇനി സീറ്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് നമ്മളെ കൃത്യമായിട്ട് ഹഗ് ചെയ്ത് ഇരിക്കുന്ന സീറ്റ്സാണ്. ബോൾസേഴ്സ് വല്ലാണ്ടില്ല, ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. കുഷനി നേച്ചർ ഉണ്ട് ഇതിന്. അതുമാത്രമല്ല ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ആവശ്യമുള്ള ഒരു ഡിപ്പുണ്ട്, ലൈക്ക് എൻ്റെ കൈ ഇതുവരെ പോവും. ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡർ വെക്കാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് എടുത്തൂരി മാറ്റാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റർ. ഭയങ്കര ക്യൂട്ടാണ്, അടിപൊളി. ഇതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. പഴയ ഡസ്റ്ററിൻ്റെ ആ ഒരു കീ ഇതുവരെ സെയിം തന്നെയാണ്. ഇനി അറിയില്ല ഇനിയിപ്പോൾ ഒരു വരുമ്പോൾ വേറെ മാറ്റമൊന്നുമില്ല. ഇവിടെ നമുക്ക് വയർലെസ്ലി ഫോൺ ചാർജ് ചെയ്യാം. USB-C 2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ട് ചാർജറുണ്ട്. കാരണം വാഹനം 2026 വേർഷനാണ്. സോ ഓബ്വിയസ്ലി USB-C നമുക്ക് എന്തായാലും വേണം. ഇനി ഗ്ലോ ബോക്സും കൂടി ചെക്ക് ചെയ്യാം. കണ്ടോ, സോഫ്റ്റായിട്ട് തുറക്കുന്നുണ്ട്. വലിയ സ്പേസ് ഒന്നും പറയാനില്ല, പക്ഷേ അവിടെ ഒരു വലിയ ഡിപ്പ് കാണാൻ സാധിക്കും. ഇതാണ് ഇതിനകത്ത് വരുന്നത് ഗ്ലോ ബോക്സ്. സീറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. സോ ആ ഒരു പെരിഫറേറ്റഡ് സീറ്റ്സിൻ്റെ സംഭവം കാണാൻ സാധിക്കുക, ലൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് 8V അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അത് മാത്രമല്ല ലംബാർ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ലംബാർ നമുക്ക് മാനുവലി ഇരുന്ന് തിരിക്കണം. ഈ ഒരു ഭാഗത്താണ് കുറച്ച് വെളിച്ചം കുറവാണെന്ന് എനിക്കറിയാം. എന്നാലും അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കേട്ടോ, ഇതാണ് ഇതിൻ്റെ എയർ ബാഗ്. അതിൻ്റെ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വോൾവോൻ്റെ സീറ്റ്സൊക്കെ പോലത്തെ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തെങ്കിൽ പോലും ഇതിനകത്ത് സീറ്റ് ബെൽറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല, അതെടുത്ത് പറയണം. IRVM ഓട്ടോ ആണ്. അത് മാത്രമല്ല ഇവിടെ എയർ ബാഗ് ഓഫൊക്കെ ചെയ്യാൻ പറ്റും. സൺറൂഫ് തുറക്കാൻ പറ്റും. ഇവിടെയാണ് ലൈറ്റ് ഉള്ളത്. ഇങ്ങനെ തൊട്ടാൽ മതി, ലൈറ്റ് കത്തും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും ലിറ്റഡ് ആണ്. ഈ ഒരു വെളിച്ചം കാരണം നമുക്ക് മുഖം കാണാൻ പറ്റും. നോർമലി ഡ്രൈവർ സൈഡ് ഉണ്ടാവില്ല, ഇവിടെ ഡ്രൈവറും കോ ഡ്രൈവർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ. എടുത്തു പറഞ്ഞ കേസ് ഈ സൈഡൊക്കെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ലെവലാണ്. സോ സൈഡ് ഇമ്പാക്റ്റ് ഒക്കെ നല്ല രീതിക്ക് പ്രതിരോധിക്കും. അത് കാരണം തന്നെ ഈ വാഹനത്തിന് കമ്പനി പറയുന്നത് 5 സ്റ്റാർ റേറ്റഡ് ആണ് ഇൻ ടേംസ് ഓഫ് അഡൽട്ട് ആൻഡ് ചൈൽഡ് ഓക്യുപ്പൻസി. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് റോനെ കുറിച്ച്. ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം. ഞാൻ ആക്ച്വലി ഇംപ്രസ്ഡ് കേട്ടോ, അൺഡൗട്ടഡ്ലി. ഫസ്റ്റ് ഓഫ് ഓൾ ഇംപ്രഷൻ്റെ മെയിൻ റീസൺ തന്നെ ഇവരെ ആ ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ്. ഗ്രാൻഡ് വിറ്റാറിലും അതുപോലെ തന്നെ ഹൈറൈഡറിലും മാത്രമേ ഉള്ളൂ. സോ അതിന് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈബ്രിഡ് എഞ്ചിൻസ് വരുന്നത് ഡസ്റ്ററിലാണ്. സോ ഡസ്റ്ററിൻ്റെ സെക്കൻഡ് റോയിൽ എങ്ങനെയുണ്ട് സ്പേസിങ് മറ്റു കാര്യങ്ങൾ നോക്കാം. സോ ഇതാണ് എൻ്റെ ഒരു ഹൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ. തല തട്ടുന്നില്ല ഫസ്റ്റ് തന്നെ പറയാം. അതുപോലെ മുട്ടുകൾ ഫ്രണ്ടിൽ ഇടിക്കുന്നില്ല. ഫ്രണ്ടിലെ സീറ്റ് മാക്സിമം എൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇട്ടിട്ട് പോലും മുട്ടുകൾ തട്ടുന്നില്ല എന്ന് പറയാം. അതുമാത്രമല്ല കാല് നമുക്ക് ആക്ച്വലി ടക്കിങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 പേർക്ക് ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ലംപ് ഉണ്ട്. അപ്പോൾ 2 പേർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വെക്കാം. വേണമെങ്കിൽ നമുക്കൊരു ഫോണിനെ ഇങ്ങനെ വെക്കാൻ സാധിക്കും. ഇനി ഐസോഫിക്സ് സീറ്റ്സ് എനേബിൾഡ് ആണ്.
ഇവിടെ സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അമ്യൂണിറ്റീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ AC വെൻസ് ഉണ്ട്. ഇവിടെയാണ് AC വെൻസ് വരുന്നത്. ഇവിടെ നമുക്ക് AC വെൻസ് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്, അതിൻ്റെ ക്വാളിറ്റി ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതിനകത്തുള്ള ലെതർ യൂസ് ചെയ്തൊക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ലെതറാണ്. വൺ ടച്ച്, യെസ്, എല്ലാ വിൻഡോസിലും വൺ ടച്ച് അവൈലബിൾ ആണെന്ന് മൊത്തം പറയാം. ഇനി ഷോൾഡറിൻ്റെ ആ ലെവലിലുണ്ട്. സോ ഓബിയസ്ലി ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡ് ഇമ്പാക്റ്റും ഇത് നല്ല രീതിക്ക് ചെറുക്കാൻ സാധിക്കുമെന്ന് പറയും. ഹാൻഡ് റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു പാനോറമിക് സൺ റൂഫിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് ഇതുവരെ വരുന്നുണ്ട്. ഇവിടെ ഒരു പാർഷ്യൽ ഷെൽഫും കൂടി ഉണ്ട്. 3 പേർക്ക് ഇരിക്കുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ലംപ് ഉണ്ടായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇരിക്കാൻ സാധിക്കും. ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ എയറി ആയിട്ടുള്ളൊരു ക്യാബിനാണ്. അതുപോലെ തന്നെ 3 എഞ്ചിൻ ഓപ്ഷൻസിൽ വണ്ടി കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ 3 എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ സ്പെക്കും കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഉള്ളത് ടർബോ പെട്രോളാണ്. അതിൻ്റെ അകത്ത് 4 സിലിണ്ടറാണ്. അതിൻ്റെ ഒരു എഞ്ചിനൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് 4 സിലിണ്ടർ കാണാൻ സാധിക്കും. 163 PS ജനറേറ്റ് ചെയ്യും. 280 Nm ഓഫ് ടോർക്കാണ് ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റാണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു പ്രോപ്പർ ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നു ഞാൻ പറഞ്ഞു. ആ പ്രോപ്പർ ഹൈബ്രിഡ് ഏകദേശം 1.8 ലിറ്ററിലാണ്. അവിടെ നമുക്ക് 4 സിലിണ്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കാണാൻ സാധിക്കുന്നതെന്ന് പറയാനുള്ള കേസ് എന്താ വെച്ചാൽ ഷുവറിറ്റി ഇല്ലാത്ത വെച്ചാൽ റെനോ ഒന്നും പറഞ്ഞില്ല. കാരണം ഈ വണ്ടിയൊക്കെ ഈ വരുന്ന സെപ്റ്റംബറിലാണ് അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ധാരണ വളരെ കുറവാണ്. ബട്ട് ഐ ഫീൽ ദാറ്റ് ആ ഒരു വാഹനത്തിനകത്ത് നല്ല പവർ ഉണ്ടാവും. 160 PS അതുപോലെ തന്നെ ഏകദേശം 1.4 kWh ബാറ്ററിയൊക്കെ വെച്ചിട്ടാണ് വണ്ടി വരുന്നത്. നോർമൽ കണ്ടീഷൻസിൽ ഒരു ഹൈബ്രിഡ് വാഹനത്തിന് 1.4 ഒന്നും ഒരിക്കലും വരാറില്ല. 0.7 to 0.9 വരെയാണ് വരാറ് ഇൻ ടേംസ് ഓഫ് kWh. സോ നല്ല രീതിക്ക് റിഫൈൻഡ് ആയിരിക്കും, നല്ല പവർ ഉണ്ടാവും. ബേസിക്കലി ആൾക്കാർ ഹൈബ്രിഡ് വാഹനത്തിനകത്ത് പവർ വളരെ കുറവാണെന്ന് പറയാറ്. സോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല ഇനി ഒരു 1 ലിറ്ററിൽ ഒരു 100 PS ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു വാഹനമുണ്ട്. സോ അത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണോ അല്ല ടർബോ പെട്രോൾ ആണെന്നുള്ള ഉറപ്പായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കാരണം എന്താ വെച്ചാൽ ഡസ്റ്ററിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇവർ ടർബോ പെട്രോൾ ഇൻ ടേംസ് ഓഫ് 85 PS കൊടുത്തിട്ടുണ്ട്, 110 കൊടുത്തിട്ടുണ്ട്. സോ അത് VGT ആണോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. എല്ലാം ക്ലിയർ ചെയ്യാം നമ്മുടെ സ്റ്റോറീസിൽ. സോ ഇതായിരുന്നു ഡസ്റ്റർ 2026ൻ്റെ ഫസ്റ്റ് പ്രിവ്യൂ. ഒരു രക്ഷയില്ല, നല്ല തിരക്കായിരുന്നു. അത് കാരണം തന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാനൽ കാണുന്നവർക്ക് എനിക്കറിയാം ഈ ഒരു വാഹനത്തിനെ കുറിച്ച് എന്തായാലും അറിയണമെന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ സെൽട്ടോസിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും അതുപോലെ ബാക്കിയുള്ള വാഹനത്തിൻ്റെ വീഡിയോ എത്തുമ്പോൾ ആൾക്കാർക്ക് കമ്പയർ ചെയ്യണം. അത് മാത്രമല്ല കുറേ പേര് ഈ വണ്ടി വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതുപോലത്തെ രസകരമായിട്ടുള്ള അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ ഇതുവരെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.